ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. കണക്കുകളും അദ്ദേഹത്തിന്റെ പ്രസംഗവും കേരളത്തിന്റെ സമകാലിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. കുറേ കള്ളക്കണക്കുകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു, കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ ബജറ്റ് പ്രസംഗങ്ങളും ആ ബജറ്റ് പ്രസംഗങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനങ്ങൾ വായിച്ചു നോക്കിയാൽ ഇപ്പോൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ പകുതിയിലധികം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള അതേ പ്രഖ്യാപനമാണ്. ചില പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്തതാണ്. കേരളം വലിയ കടക്കെണിയിലാണ് എന്നാണ് പറയുന്നത്. ആ കടക്കെണിയിലുള്ള കേരളം ഇടുക്കിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തും, അതിനു വേണ്ടിയിട്ട് 5-10 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. എവിടെ നിന്ന് ഈ പണം വരും? ഇതുപോലെയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ. മുതലപ്പൊടിയിൽ ഹാർബറിൻ്റെ കാര്യം പറയുന്നുണ്ട്. മുതലപ്പൊടിയിലെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. അവിടെ കഴിഞ്ഞ എല്ലാ വർഷവും അവിടെ ബജറ്റിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു BJP. വാചക കസരത്ത് എന്നുള്ള വിമർശനമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നിലവിലെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതുമായി പൊരുത്തപ്പെടാത്ത തരത്തിലുള്ള ബജറ്റ് എന്നുള്ളതാണ് വി മുരളീധരൻ്റെ വിമർശനം.